ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ഭീകരർക്കെതിരെ നടന്നുവരുന്ന സുരക്ഷാ ഓപ്പറേഷനിടെ മലയിടുക്കിലേക്ക് വീണ് കരസേന ഓഫീസർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇന്ത്യൻ ആർമിയുടെ ലഫ്റ്റനന്റ് പദവിയിലുള്ള വീരേശ്വർ ഗോസ്വാമിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മലനിരകളുടെ തിരച്ചിൽ സംഘത്തെ നയിക്കുന്നതിനിടെയാണ് കാൽ വഴുതി ആഴമേറിയ മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സൈനികർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഭീകരരെ തുടച്ചു നീക്കാനായി കഴിഞ്ഞ 16 ദിവസമായി തുടരുന്ന ഓപ്പറേഷൻ ഷെരാവാലി എന്ന സംയുക്ത തിരച്ചിൽ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ലഫ്റ്റനന്റ് വീരേശ്വർ ഗോസ്വാമി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ജമ്മു വ്യോമസേനാ താവളത്തിൽ എത്തിച്ച് ഔദ്യോഗികമായി പുഷ്പചക്രം അർപ്പിച്ചു. ലഫ്റ്റനന്റ് വീരേശ്വർ ഗോസ്വാമിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഇന്ത്യൻ ആർമിയുടെ വൈറ്റ് നൈറ്റ് കോർപ്സ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഠിനമായ ഭൂപ്രകൃതിയും കൺമുന്നിലെ കുത്തനെയുള്ള മലനിരകളും മോശം കാലാവസ്ഥയും വകവയ്ക്കാതെ തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിലാണ് അദ്ദേഹം രാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്തതെന്ന് എക്സിലെ കുറിപ്പിൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡ്യൂട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയും ആത്മസമർപ്പണവും വരും തലമുറകൾക്ക് എക്കാലവും ഒരു പ്രചോദനമായിരിക്കുമെന്നും ഈ ദുഃഖസമയത്ത് ധീര സൈനികന്റെ കുടുംബത്തിനൊപ്പം രാജ്യം പങ്കുചേരുന്നുവെന്നും സൈന്യം പറയുകയാണ്. മെയ് അവസാന വാരത്തോടെയാണ് രജൌരിയിലെ ദോരാമാൽ ഗംഭീർ മുഗൾ വനമേഖലയിൽ ആരംഭിച്ച വൻ ഭീകരവിരുദ്ധ ദൗത്യമാണ് ഓപ്പറേഷൻ ഷെരാവലി. ഇന്ത്യൻ ആർമി, ജമ്മു കാശ്മീർ പോലീസ്, CRPF എന്നിവരാണ് സംയുക്തമായി ഈ ദൗത്യം നിർവഹിക്കുന്നത്. ഫൗജി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഒളിപ്പോർ വിദഗ്ധനായ മുൻനിര കമാൻഡർ ഉൾപ്പെടെ 3 പാകിസ്ഥാൻ ഭീകരർ ഈ മലനിരകളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ദുർഘടമായ പാറക്കെട്ടുകളും ഇടതൂർന്ന കാടുകളും നിറഞ്ഞ ഈ പ്രദേശത്ത് സൈന്യം കാവൽ ശക്തമാക്കിയിരിക്കുകയായിരുന്നു. പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും തിരിച്ചറിയൽ കാർഡുകൾ കർശനമായി പരിശോധിച്ചതിന് ശേഷമാണ് ഓരോരുത്തരെയും കടത്തിവിടുന്നത്. ഭീകരർ രക്ഷപ്പെടാതിരിക്കാൻ ഡ്രോണുകളും ട്രാക്ടർ നായകളും അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് കാട് അരിച്ചു പറക്കുന്നത്. മെയ് 28-ന് ദോരിമാൽ വനമേഖലയിൽ ഭീകരരും സൈന്യവും തമ്മിൽ കനത്ത വെടിവെപ്പും ഷെല്ലാക്രമണവും നടന്നിരുന്നു. ഇതേ തുടർന്ന് കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് നിയോഗിക്കുകയും സുരക്ഷാ വലയം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മേഖലയിൽ നിന്ന് ഭീകരരെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ ദൗത്യം തുടരുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇന്ത്യൻ സൈന്യം ശക്തമായ രീതിയിൽ ഒരു പരിശോധന കൂടുതലായി ഒരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. ഓപ്പറേഷൻ ഷെരാവലി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രജൌരി ജില്ലയിൽ തീവ്രവാദികൾ ഉണ്ട് എന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അവിടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ഷെരാവലി തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം ആവാറായി. ഈ 1 മാസത്തിനിടയിൽ തന്നെ 3 തീവ്രവാദികളെയാണ് ഇന്ത്യൻ സൈന്യം വെടിവെച്ചു വന്നത്. ഇപ്പോഴും അതിന്റെ ഒരു പരിശോധന ഇപ്പോൾ ജമ്മു കാശ്മീർ മേഖലയിൽ വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് സമയത്തും ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഉള്ള ഒരു നീക്കമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.